ഇടുക്കി കൊക്കയാറിൽ പ്രളയമുണ്ടായി 4 കൊല്ലം കഴിഞ്ഞിട്ടും അർഹതപ്പെട്ട 9 കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാര തുക കിട്ടിയിട്ടില്ല. റവന്യൂ വകുപ്പ് നഷ്ടം രേഖപ്പെടുത്തിയതിലുണ്ടായ സാങ്കേതിക പിഴവാണ് ഇവരെ ഓഫീസുകൾ കയറിയിറക്കുന്നത് എന്നാണ് അറിയുന്നത്. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ പല ആൾക്കാരും ഉറപ്പ് നൽകി. പക്ഷേ അതൊക്കെ പാഴ്വാക്കായി. ഒക്ടോബർ 16 കൊക്കയാറിൽ ഉരുൾപൊട്ടലും പ്രളയവും ഉണ്ടായത്. പുല്ലകയാർ കരകവിഞ്ഞ് തീരത്തുണ്ടായിരുന്ന 23 വീടുകൾ വാസയോഗ്യമല്ലാതായി. എന്നാൽ ഇവരിൽ പലർക്കും അർഹമായ നഷ്ടപരിഹാര തുക കിട്ടിയിട്ടില്ല. ചിലർക്ക് ശതമാനക്കണക്കിലുള്ള തുക അനുവദിച്ചു. 2021 വെള്ളപ്പൊക്കത്തിൽ ഈ ഭാഗത്തുള്ള 26 വീടിൽ 23 വീട് നിശേഷം പോയി. അതിൽ കുറച്ചു പേർക്ക് സർക്കാർ 10 ലക്ഷം രൂപ കൊടുത്തു. കുറെ പേർക്ക് ശതമാനക്കണക്കിന് കുറച്ച് രൂപ മാത്രമേ. എല്ലാവരും കൂലിപ്പണി എടുക്കുന്നവരാണ്. ഞങ്ങൾക്കൊരു വീടില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുക. വീടുണ്ട്, പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഒറ്റയ്ക്ക്. ഇപ്പോൾ അവസ്ഥ വീടെന്ന് പറയാനില്ല. ഞാനിങ്ങനെ ജോലിക്ക് പോകുന്നു, വരുമ്പം രമണിയുടെ വീട്ടിൽ വന്ന് 2 ദിവസം നിൽക്കുന്നു. അല്ലാതെ എനിക്ക് വേറെ കയറിപ്പോകാൻ ഇടമില്ല. മന്ത്രി റോഷി അഗസ്റ്റിന് 9 പേർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം നടത്തിയ പുനഃപരിശോധനയിൽ ഇവർക്ക് 10 ലക്ഷം രൂപ ലഭിക്കാനുള്ള അർഹതയുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. അപ്പം ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാകണം. ഞങ്ങൾ ഇതിന്റെ അപേക്ഷയും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇപ്പം കളക്ടറെ കണ്ടിട്ടുണ്ട്. കളക്ടർ വരെ റിപ്പോർട്ട് ചെയ്ത് മാറ്റി താമസിപ്പിക്കണമെന്നും പറഞ്ഞു. ഇപ്പോൾ റവന്യൂ സെക്രട്ടറിയിൽ ഈ പേപ്പർ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ അറിവ്. അതിനൊരു തീരുമാനം ഉണ്ടാകണം. അതിപ്പോൾ റവന്യൂ സെക്രട്ടറി പറഞ്ഞു ഇത്ര നാളായില്ല, ഇനി എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൽ റവന്യൂ സെക്രട്ടറി തീരുമാനമെടുക്കാത്തതിനാൽ 2 വർഷമായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണിവർ. സംഭവം നടന്ന് 4 വർഷം കഴിഞ്ഞതിനാൽ ഇനി തുക നൽകാനാവില്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട്. പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഈ സ്ഥലവും ഇവിടുണ്ടായിരുന്ന ഈ വീടുമൊക്കെ ചരിത്രാവശേഷിപ്പുകളെന്ന് ആളുകൾ പറഞ്ഞേക്കാം. അപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ സംഭവിച്ച ദുരന്തത്തെ എങ്ങനെ അതിജീവിച്ചു എന്നൊരു ചോദ്യം ബാക്കി നിൽക്കാൻ പാടില്ല. അതിന് സർക്കാർ ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകണം. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.